Hi everyone, welcome to Study Well. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് +2 NCERTയിലെ 9ാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൽ വരുന്ന 1-2 ടോപ്പിക്കുകളാണ്. അപ്പോൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു ചാപ്റ്റർ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇൻട്രൊഡക്ഷൻ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ഡാറ്റ ടൈപ്സ് ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ് ഇൻ MySQL. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. First, introduction. There are many RDBMS such as MySQL, Microsoft SQL Server, PostgreSQL, Oracle. ഒരുപാട് RDBMSകളുണ്ട്. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിന് എക്സാമ്പിളാണ് MySQL, മൈക്രോസോഫ്റ്റ് SQL Server, PostgreSQL, Oracle. ഇതൊക്കെ RDBMSന് എക്സാമ്പിളാണ്. ദാറ്റ് അലോസ് us to ക്രിയേറ്റ് എ ഡാറ്റാബേസ്. ഇതുപോലെയുള്ള RDBMS യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാം. കൺസിസ്റ്റിംഗ് ഓഫ് റിലേഷൻസ്. ഇതിലെന്താ കൺസിസ്റ്റ് ചെയ്യുക? റിലേഷൻസ് ആയിരിക്കും. കാരണം RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ അത് കൺസിസ്റ്റിംഗ് ഓഫ് എന്തായിരിക്കും? റിലേഷൻസ്. These RDBMS allows us to store, retrieve and manipulate data on that database. അതുപോലെ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ RDBMS അലോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റോർ ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത ഡാറ്റനെ റിട്രീവ് ചെയ്യാനും, ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ, ആ ഡാറ്റാസിൽ ചേഞ്ചസ് വരുത്താനും ഈ RDBMS അലോ ചെയ്യുന്നുണ്ട്. ത്രൂ കൊറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് RDBMSൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും, ആ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിലേക്ക് ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും, പിന്നെ സ്റ്റോർ ചെയ്ത ഡാറ്റനെ റിട്രീവ് ചെയ്യാനും, അതുപോലെ ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഈ RDBMS അലോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. എന്താണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നുള്ളത് നോക്കാം. ദ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ക്വറി ലാംഗ്വേജ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു ക്വറി ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. യൂസ്ഡ് ബൈ മേജർ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സച്ച് ആസ് MySQL, Oracle, SQL Server, etc. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റിന് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് MySQL, Oracle, SQL Server ഇതുപോലത്തെ ഒക്കെ. അപ്പം ഈ റിലേഷൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്വറി ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇനി സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. SQL ഈസ് കേസ് ഇൻസെൻസിറ്റീവ് ആണ്. കേസ് ഇൻസെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് കേസ് സെൻസിറ്റീവ് അല്ല. ഫോർ എക്സാമ്പിൾ, ദ കോളം നെയിം സാലറി ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ സാലറി ആർ ദി സെയിം ഫോർ SQL. കാരണം ഇവിടെ കേസ് ഇൻസെൻസിറ്റീവ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്മോൾ ലെറ്റർ ആയാലും ക്യാപിറ്റൽ ലെറ്റർ ആയാലും SQL എന്താണ്? സെയിം ആണ്. ഓൾദോ കോൾഡ് ക്വറി ലാംഗ്വേജ്. ഇതിനെന്താ പറയുക? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിന് ഓൾസോ കോൾഡ് എന്താണ്? ക്വറി ലാംഗ്വേജ്. SQL ക്യാൻ ഡു മച്ച് മോർ. SQLന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റും. ബിസൈഡ്സ് ക്വറിയും കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും. SQL പ്രൊവൈഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഡിഫൈനിങ് ദ സ്ട്രക്ചർ ഓഫ് ഡാറ്റ. ഡാറ്റൻ്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ SQL എന്താക്കും? പ്രൊവൈഡ് ചെയ്യും. അതുപോലെ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻ ദി ഡാറ്റാബേസിലുള്ള ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിക്ലെയറിംഗ് കൺസ്ട്രെയിൻറ്റ്സ് ആൻഡ് റിട്രീവിംഗ് ഡാറ്റ ഫ്രം ദി ഡാറ്റാബേസിലുള്ള ഡാറ്റനെ റിട്രീവ് ചെയ്യാനും, പിന്നെ കൺസ്ട്രെയിൻസിനെ ഡിക്ലെയർ ചെയ്യാനും, പിന്നെ അതുപോലെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഡാറ്റനെ റിട്രീവ് ചെയ്യാനൊക്കെ ഈ ഒരു SQL വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി
Benefits of using SQL is that we do not have to specify how to get the data. എങ്ങനെയാണ് ഡാറ്റ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട. ഫ്രം ദി ഡാറ്റാബേസിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട. റാദർ വി സിംപ്ലി സ്പെസിഫൈ വാട്ട് ഈസ് ടു ബി റിട്രീവ്ഡ്. എന്താണ് റിട്രീവ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് മാത്രം നമ്മൾ എന്താക്കിയാൽ മതി, സ്പെസിഫൈ ചെയ്താൽ മതി. ആൻഡ് SQL ഡസ് ദി റെസ്റ്റ്. ബാക്കി കാര്യങ്ങളൊക്കെ SQL ചെയ്തോളും. നമ്മൾ ജസ്റ്റ് നമുക്ക് എന്താണ് റിട്രീവ് ചെയ്യേണ്ടത്, എന്ത് ഡാറ്റയാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളത് ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്തായിക്കോളും, SQL ചെയ്തോളും. അതുപോലെ SQL എന്തായിരിക്കും, ഓൾവേസ് എൻഡ് SQL സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സെമിക്കോളൻ. നമ്മളൊരു SQL സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുക സെമിക്കോളൻ വെച്ചിട്ടായിരിക്കും. To enter multi-line SQL statements, we don't write സെമിക്കോളൻ. ഇപ്പോൾ നമുക്ക് മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് വിചാരിക്കുക, SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താക്കണ്ട, സെമിക്കോളൻ ഇടണ്ട. ആഫ്റ്റർ ദി ഫസ്റ്റ് ലൈനിന് ശേഷം നമ്മൾ എന്താക്കണ്ട, സെമിക്കോളൻ ഇടണ്ട. വി പ്രസ് ദി എൻ്റർ കീ. നമ്മൾ എന്താക്കുക, ഫസ്റ്റ് ലൈൻ കഴിഞ്ഞാൽ അവിടെ സെമിക്കോളൻ ഇടാതെ എൻ്റർ പ്രസ് ചെയ്യുക. ആൻഡ് കണ്ടിന്യൂ ഓൺ ദി നെക്സ്റ്റ് ലൈൻ. എന്നിട്ട് എന്താക്കുക, നെക്സ്റ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യുക. ദ പ്രോംപ്റ്റ് MySQL ദെൻ ചേഞ്ചസ് ടു ഈ ഒരു ഹൈഫൺ ഗ്രേറ്റർ സിമ്പിൾ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കണ്ടിന്യൂ ടു ദ നെക്സ്റ്റ് ലൈൻ. ഈ ഒരു ചിഹ്നം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നെക്സ്റ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യാണ്, അവിടെ എൻഡ് ചെയ്യുന്നില്ല, അവിടെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദി ലാസ്റ്റ് ലൈൻ പുട്ട് സെമിക്കോളൻ ആൻഡ് പ്രസ് എൻ്റർ. നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് കൊടുത്താൽ മതി, സെമിക്കോളൻ കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു MySQL ഈ ഒരു ചിഹ്നം വരും. അപ്പോൾ പുതിയൊരു ഇതിലേക്ക് വന്ന് ഇനി നമ്മളിപ്പോൾ മൾട്ടി ലൈൻ ആകുന്ന സമയത്ത് നെക്സ്റ്റ് ലൈൻ എന്താണ് ചിഹ്നം ഉണ്ടാവുക, ഈ ഒരു മൈനസും ഗ്രേറ്റർ എന്നുള്ളൊരു ചിഹ്നമാണ് ഉണ്ടാവുക. അത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാണ്, അടുത്ത ലൈനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻസ്റ്റാളിങ് MySQL എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. MySQL ഈസ് എൻ ഓപ്പൺ സോഴ്സ് RDBMS. ഒരു ഓപ്പൺ സോഴ്സ് RDBMS ആണ് MySQL എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഈ ഒരു സോഫ്റ്റ്വെയറിന് വിച്ച് ക്യാൻ ബി ഈസിലി ഡൗൺലോഡഡ് ഫ്രം ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് എന്താക്കാം, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്താക്കാം, ഈ ഒരു സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ സോഴ്സ് RDBMS എന്ന് പറയുന്നത്. MySQL ഒരു ഓപ്പൺ സോഴ്സ് RDBMS ആണ്. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റായ HTTP ഈ ഒരു .com വെച്ചിട്ട് ആ ഒരു .com/downloads ഈ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും MySQL എന്താക്കാം, ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ഇൻസ്റ്റാളിങ്, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് MySQL സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദ അപ്പിയറൻസ് ഓഫ് MySQL പ്രോംപ്റ്റ് മീൻസ് ദാറ്റ് MySQL ഈസ് റെഡി ടു ആക്സെപ്റ്റ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനെ MySQL ഗ്രേറ്റർ എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ആ ഒരു പ്രോംപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, MySQL ഈസ് റെഡി ടു ആക്സെപ്റ്റ് SQL സ്റ്റേറ്റ്മെൻറ്റ്. SQL സ്റ്റേറ്റ്മെൻറ്റ്സിന് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളതാണ് ഈ ഒരു MySQL ഗ്രേറ്റർ എന്നുള്ള ഒരു പ്രോംപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, MySQL ഗ്രേറ്റർ എന്നുള്ളൊരു സിമ്പൽ വന്നത്. ഇവിടെ നമുക്ക് എന്താക്കാം, SQL സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ MySQL റെഡി ടു ആക്സെപ്റ്റ് ആണ്, SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു MySQL പ്രോംപ്റ്റ്. ഇനി ഇതിൽ പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്സ് ഇൻ MySQL വരുന്ന കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമൺലി യൂസ്ഡ് ഡാറ്റ ടൈപ്സ് ഇൻ MySQL കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. char, varchar, int, float, date. അപ്പോൾ ഇത്രയും ഡാറ്റ ടൈപ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്. അപ്പം ഫസ്റ്റ് വൺ നോക്കാം, ക്യാരക്ടർ എന്താണ്, സ്പെസിഫൈ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ ഓഫ് ലെങ്ത് n where n could be any value from 0 to 255. ഇവിടെ
ക്യാരക്ടർ സ്പെസിഫൈ ചെയ്യുന്നത് ക്യാരക്ടർ ടൈപ്പാന്നുള്ളതാണ്. ക്യാരക്ടർ ടൈപ്പാണ്. അതിൽ n സ്പെസിഫൈ ചെയ്യുന്നത് അവിടെ വാല്യൂസ് 0 to 255 ആണെന്നുള്ളതാണ്. ക്യാരീസ് ഓഫ് ഫിക്സഡ് ലെങ്ത്. ക്യാരക്ടർ എന്താണ്? ഫിക്സഡ് ലെങ്ത് ആണ്. മീൻസ് ഡിക്ലെയറിങ് ക്യാർ ഓഫ് 10 ഇംപ്ലൈസ് ദ റിസർവ് സ്പേസസ് ഫോർ 10 ക്യാരക്ടേഴ്സ്. ഇപ്പം നമ്മൾ ക്യാർ ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ക്യാർ ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? റിസർവ്ഡ് ആണ്. 10 സ്പേസസ് അവിടെ എന്തായിരിക്കും? റിസർവ്ഡ് ആണ്. ഇഫ് ഡാറ്റ ഡസ് നോട്ട് ഹാവ് 10 ക്യാരക്ടേഴ്സ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, ഞാനിപ്പോൾ ഒരു ഡാറ്റ കൊടുക്കുന്നു, ഒരു സിറ്റി എന്നുള്ള ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? 4 ലെറ്റേഴ്സേ ഉള്ളൂ, 4 ക്യാരക്ടറേ ആവശ്യമുള്ളൂ. പക്ഷേങ്കിൽ എന്താണ്? ഇവിടെ ഞാൻ ക്യാരക്ടർ 10 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 10 ഫിക്സഡ് സൈസ് അവിടെ ഉണ്ടാവും. അപ്പോൾ സിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 4 യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 6 എന്തായിരിക്കും അവിടെ? 6 സ്പേസസ് എന്തായിരിക്കും അവിടെ? വേസ്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ എന്താണ്? ഫിക്സഡ് ആണ്. If data does not have 10 characters, example, city has 4 characters. MySQL fills the remaining 6 characters with the spaces padded on the right. അപ്പം ഈ ഒരു ഇതിൽ MySQL എന്താണ്? ക്യാർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം 4 സ്പേസേ ആവശ്യമുള്ളൂ. ഞാൻ കൊടുത്ത സിറ്റിക്ക് 4 സ്പേസേ ആവശ്യമുള്ളൂ. അപ്പം 4 സ്പേസ് കഴിഞ്ഞ് ബാക്കിയുള്ളത് റൈറ്റിലേക്ക് എന്തായിരിക്കും? ബാക്കിയുള്ളത് സ്പേസ് റൈറ്റിലേക്ക് ഇങ്ങനെ പാഡഡ് ആയിട്ട് നിൽക്കും. അവിടെ വേസ്റ്റേജ് ആണ് ഉണ്ടാവുക. പിന്നെ വാർക്യാർ. ഇനി അടുത്തതാണ് വാർക്യാർ. സ്പെസിഫൈസ് ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ ഓഫ് ലെങ്ത്. ഇതും എന്താണ്? ക്യാരക്ടർ ടൈപ്പ് തന്നെയാണ്. വേർ n could be any value from 0 to 65535. ഇവിടെ സൈസ് എത്രയാണ്? 0 to 65535 ആണ്. ക്യാറിൽ 0 to 255 ആണ് സൈസ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ സൈസ് കൂടി, 0 to 65535 ആയി. ബട്ട് അൺലൈക്ക് ക്യാർ, വാർക്യാർ ഈസ് എ വേരിയബിൾ ലെങ്ത് ഡാറ്റ ടൈപ്പ്. വാർക്യാർ എന്താണ്? വേരിയബിൾ ലെങ്ത് ഡാറ്റ ടൈപ്പാണ്. നേരത്തെ ക്യാരക്ടർ എന്തായിരുന്നു? ഫിക്സഡ് ടൈപ്പായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ എന്താണ്? ഫിക്സഡ് ലെങ്ത് ആയിരുന്നു ക്യാറിന്. പക്ഷേ വാർക്യാർ എന്താണ്? വേരിയബിൾ ലെങ്ത് ആണ്. That is, declaring varchar of 30 means a maximum of 30 characters can be stored, but the actual allocate bytes will depend on the length of entered string. ഇപ്പം varchar of 30 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാക്സിമം 30 ക്യാരക്ടേഴ്സ് എന്താണ്? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ സിറ്റി എന്നുള്ളൊരു ഡാറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് ജസ്റ്റ് 4 സ്പേസ് മാത്രമേ അലോക്കേറ്റ് ചെയ്യൂ. ഇവിടെ എന്തുണ്ടാവില്ല? വേസ്റ്റേജ് ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ ക്യാർ ഓഫ് 10 അല്ലെ ക്യാർ ഓഫ് 30 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 30 സ്പേസസ് എന്താവും? ഫിക്സഡ് ആയിരിക്കും. അവിടെ അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ ഫില്ല് ചെയ്തിട്ട് ബാക്കി എന്തായിരിക്കും? വേസ്റ്റേജ് ആയിരിക്കും. പക്ഷേ വാർക്യാറിൽ എന്താണ്? ഇപ്പോൾ വാർക്യാർ ഓഫ് 30 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 30 സ്പേസ് അലോക്കേറ്റ് ചെയ്യൂല. മാക്സിമം 30 ആണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എത്രയാണോ അതിനനുസരിച്ച് അവിടെ എന്താക്കും? ലെങ്ത് ഉണ്ടാവുള്ളൂ. ആ ഒരു ലെങ്ത്താണ് അവിടെ അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ ബട്ട് ദ ആക്ച്വൽ അലോക്കേറ്റ് ബൈറ്റ്സ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി ലെങ്ത് ഓഫ് എൻറ്റേർഡ് സ്ട്രിങ്. നമ്മൾ എൻ്റർ ചെയ്ത സ്ട്രിങ്ങിനനുസരിച്ചാണ് അവിടെ എന്താക്കുക? ആക്ച്വൽ അലോക്കേറ്റ് ചെയ്യുന്ന സ്പേസ്, ആക്ച്വൽ അലോക്കേറ്റഡ് സ്പേസ് ഈ ഒരു സ്ട്രിങ്ങിനനുസരിച്ചായിരിക്കും. സോ സിറ്റി ഇൻ വാർക്യാർ 30 വിൽ ഓക്കുപൈ സ്പേസ് നീഡഡ് ടു സ്റ്റോർ 4 ക്യാരക്ടേഴ്സ് ഓൺലി. അപ്പോൾ സിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 4 സ്പേസ് മാത്രമേ അലോക്കേറ്റ് ചെയ്യുള്ളൂ. 30 ആണ് അവിടെ കൊടുത്തത്, വാർക്യാർ ഓഫ് 30 ആണ് കൊടുത്തത്. പക്ഷേ 4 സ്പേസ് അവിടെ ആവശ്യമുള്ളൂ. അപ്പം അവിടെ എന്താണ്? 4 സ്പേസേ അലോക്കേറ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ ഇൻറ്റ്. ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റ് സ്പെസിഫൈസ് ആൻ ഇൻറ്റിജർ വാല്യൂ. ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ഇൻറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ഈച്ച് ഇൻറ്റ് വാല്യൂ ഓക്കുപ്പൈസ് 4 ബൈറ്റ്സ് ഓഫ് സ്റ്റോറേജ്. 4 ബൈറ്റ്സ് ഓഫ് സ്റ്റോറേജ് ആണ് ഒരു ഇൻറ്റിജർ വാല്യൂ ഓക്കുപ്പൈ. The range of unsigned values allows in a 4-byte integer type are 0 to 4294965295.
For values integer larger than that we have to use big int. നമുക്ക് 4 ബൈറ്റ് ആണ് ഈ ഇൻറ്റിജർ വാല്യൂ ഓക്കുപ്പൈ ചെയ്യുന്ന സ്റ്റോറേജ്. അതിൻ്റെ അൺസൈൻഡ് ആണെങ്കിൽ അലോ ചെയ്യുന്ന റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ബൈറ്റ് ഇൻറ്റിജർ ടൈപ്പിൻ്റെത് 0 to 4294965295 ആണ്. ഇനി നമുക്ക് അതിനെക്കാട്ടും വലുതാണെങ്കിൽ വി ഹാവ് ടു യൂസ് ബിഗ് ഇൻറ്റ്. ബിഗ് ഇൻ്റ് ആണ് യൂസ് ചെയ്യുക. അതെന്താണ്? വിച്ച് ഓക്കുപ്പൈസ് 8 ബൈറ്റ്. 8 ബൈറ്റ് ആണ്. ഇൻറ്റിജറിന് എത്ര ബൈറ്റ് ആണ്? 4 ബൈറ്റ് സ്റ്റോറേജ് ആണ്. ബിഗ് ഇൻ്റ് ആകുന്ന സമയത്ത് അവിടെ ഓക്കുപ്പൈ ചെയ്യുക 8 ബൈറ്റ്സും ആണ്. നെക്സ്റ്റ് വൺ ഫ്ലോട്ട് ഹോൾഡ്സ് നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിൻറ്റ്സ്. ഡെസിമൽ പോയിൻറ്റ്സിനുള്ള നമ്പേഴ്സിനെ ഹോൾഡ് ചെയ്യുക ഫ്ലോട്ടാണ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് ആണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സിന് ഉള്ള ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഈച്ച് ഫ്ലോട്ട് വാല്യൂ ഓക്കുപ്പൈസ് 4 ബൈറ്റ്സ്. ഫ്ലോട്ടിൻ്റെ അപ്പം സ്റ്റോറേജ് എത്രയാണ്? 4 ബൈറ്റ്സ് ആണ്. ഇനി അടുത്തതാണ് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. The date type is used for date in year, month, date format. ഇങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള ഫോർമാറ്റിൽ വേണ്ടിയിട്ട്. ഇയർ ഈസ് ദ 4 ഡിജിറ്റ് ഇയർ. 4 ഡിജിറ്റ് ആണ് ഇയർ. പിന്നെ മന്ത് ഈസ് 2 ഡിജിറ്റ് മന്ത് ആൻഡ് ഡേറ്റ് ഈസ് 2 ഡിജിറ്റ് ഡേറ്റ്. ദ സപ്പോർട്ടഡ് റേഞ്ച് എത്രയാണ്? 1000, 1, 1 to 9999, 12, 31. ഇതാണ് സപ്പോർട്ടഡ് റേഞ്ച്. അപ്പോൾ ഇത്രയും ഡാറ്റ ടൈപ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 ഡാറ്റ ടൈപ്സാണ് ഉള്ളത്. ക്യാർ, വാർക്കാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡേറ്റ്. അപ്പം ക്യാറും വാർക്കാറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ക്യാർ എന്താണ്? ഫിക്സഡ് ലെങ്ത് ആണ്. വാർക്കാർ എന്താണ്? വേരിയബിൾ ലെങ്ത് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളത് നോക്കാം. കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ദി സർട്ടൻ ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻസ്. കുറച്ച് ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓൺ ദി ഡാറ്റ വാല്യൂസുമേലുള്ള കുറച്ച് കൺസ്ട്രെയിൻസ് ആണ്, കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ് കൺസ്ട്രെയിൻസ്. ദാറ്റ് ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ഹാവ്. ഒരു ഡാറ്റ വാല്യൂസ് ദാറ്റ് ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ഹാവ്. ഒരു ആട്രിബ്യൂട്ടിന് ഉണ്ടാവാൻ പറ്റുന്ന ഡാറ്റ വാല്യൂസിന് കൊടുക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സം ഓഫ് ദി കോമൺലി യൂസ്ഡ് കൺസ്ട്രെയിൻസ് ഇൻ SQL അടുത്ത ഇതിൽ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദേ ആർ യൂസ്ഡ് ടു എൻഷുർ കറക്റ്റ്നെസ് ഓഫ് ഡാറ്റ. ഇങ്ങനെ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുന്നത് ഡാറ്റൻ്റെ കറക്റ്റ്നെസ്സിന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൗവർ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു ഡിഫൈൻ കൺസ്ട്രെയിൻസ് ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് ഓഫ് എ ടാബിളിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനും ഇങ്ങനെ കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല, നിർബന്ധമില്ല. പക്ഷേങ്കിൽ കൺസ്ട്രെയിൻസ് കൊടുക്കുന്ന സമയത്ത് അവിടെ എൻഷുർ ചെയ്യുക എന്താണ്? കറക്റ്റ്നെസ് ഓഫ് കറക്റ്റ്നെസ്സിന് എൻഷുർ ചെയ്യും. അപ്പം കോമൺലി യൂസ്ഡ് SQL കൺസ്ട്രെയിൻസ് ഏതാണെന്ന് നോക്കാം. കോമൺലി യൂസ് ചെയ്യുന്ന 5 കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, നോട്ട് നൾ. എൻഷുർ ദാറ്റ് എ കോളം കനോട്ട് ഹാവ് നൾ വാല്യൂസ്. എല്ലാ കോളും എന്തായിരിക്കണം? എന്തെങ്കിലും ഡാറ്റാസ് അതിൽ ഉണ്ടായിരിക്കണം. അതാണ് എൻഷുർ ദാറ്റ് എ കോളം കനോട്ട് ഹാവ് നൾ വാല്യൂസ്. നൾ വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. വേർ നൾ മീൻസ് മിസ്സിംഗ് ഓർ അൺനോൺ ഓർ നോട്ട് അപ്ലിക്കബിൾ വാല്യൂസ്. നൾ മീൻ ചെയ്യുന്നത് എന്താണ്? അവിടെ എന്തോ മിസ്സിംഗ് ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അൺനോൺ ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ വാല്യൂ എന്നുള്ളതാണ്. അപ്പം എപ്പോഴും എന്തായിരിക്കണം? കോളം എന്തായിരിക്കണം? കനോട്ട് ഹാവ് നൾ വാല്യൂസ് ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് നൾ ആയിരിക്കണം. ഇനി അടുത്തത് യുണീക്ക്. അടുത്ത ഒരു SQL കൺസ്ട്രെയിൻ ആണ് യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുർ ദാറ്റ് ഓൾ ദി വാല്യൂസ് ഇൻ എ കോളം ആർ ഡിസ്റ്റിങ്ക്റ്റ് ഓർ യുണീക്ക്. കോളത്തിലുള്ള എല്ലാ വാല്യൂസും എന്തായിരിക്കണം? എൻഷുർ ചെയ്യുക. ഓൾ വാല്യൂസ് ഇൻ എ കോളം ആർ ഡിസ്റ്റിങ്ക്റ്റ് ഓർ യുണീക്ക്. ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെങ്കിൽ യുണീക്ക് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അടുത്തതാണ് ഡീഫാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡീഫാൾട്ട് വാല്യൂ സ്പെസിഫൈഡ് ഫോർ ദ കോളം ഇഫ് നോ വാല്യൂസ് പ്രൊവൈഡഡ്. അവിടെ വേറെ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, ഒരു കോളം നൾ വാല്യൂ ആണെങ്കിൽ അപ്പോൾ അവിടെ എന്താക്കുക? ഒരു ഡീഫാൾട്ട് വാല്യൂ എന്താക്കുക? സ്പെസിഫൈ ചെയ്യുക. ഇനി അടുത്തത് പ്രൈമറി കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോളം വിച്ച് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റോ ഓർ റെക്കോർഡ് ഇൻ എ ടാബിൾ. പ്രൈമറി കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളം വിച്ച് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റോ ഓർ റെക്കോർഡ്സ് ഇൻ എ ടാബിൾ.
ആ ഒരു കോളം വെച്ചിട്ട് നമുക്ക് എന്താക്കാം, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അടുത്തത് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോളം വിച്ച് റെഫേഴ്സ് ടു വാല്യൂ ഓഫ് ആൻ ആട്രിബ്യൂട്ട് ഡിഫൈൻഡ് ആസ് പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. ഇപ്പം കീ കോൺസെപ്റ്റൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. അതിൽ വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കീസാണുള്ളത്. ആ കീസിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രെയിൻസിൽ വരുന്നത്. നോട്ട് നൾ, യുണീക്ക്, ഡീഫാൾട്ട്, പ്രൈമറി കീ, ഫോറിൻ കീ. ഇനി ഇതിൽ ഞാനൊരു PYQ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്യാർ ആൻഡ് വാർക്കാർ ഡാറ്റ ടൈപ്സ് ഇൻ SQL വിത്ത് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ. ഇതൊരു PYQ ആണ്, മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്യാർ ആൻഡ് വാർക്കാർ. ക്യാറും വാർക്കാറും എന്താണ്, ഡാറ്റ ടൈപ്സ് ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ. അപ്രോപ്രിയേറ്റ് എക്സാമ്പിളും കൊടുത്തിട്ട്. അപ്പോൾ ക്യാർ എന്താണ്, ഒരു ഫിക്സഡ് ലെങ്ത് ഡാറ്റ ടൈപ്പാണ്. ക്യാർ കോളം ഈസ് ഡിഫൈൻഡ് വിത്ത് സ്പെസിഫിക് ലെങ്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഓൾവേസ് റിസർവ്ഡ്. എന്തായിരിക്കും ഇവിടെ, റിസർവ്ഡ് ദാറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിന് അതെന്തായിരിക്കും, ഓൾവേസ് റിസർവ്ഡ് ആയിരിക്കും. റിഗാർഡ്ലെസ് ഓഫ് ദി ആക്ച്വൽ ഡാറ്റ ലെങ്ത്. ഡാറ്റൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് റിഗാർഡ്ലെസ് ആയിട്ട് അവിടെ എന്തായിരിക്കും, ഫിക്സഡ് ലെങ്ത് ആയിരിക്കും. ഇപ്പം ക്യാർ ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ഡാറ്റൻ്റെ ലെങ്ത് ഇപ്പോൾ എത്രയാണെങ്കിലും കുഴപ്പമില്ല. ഡാറ്റൻ്റെ ലെങ്ത് 8, 5, 7 എത്രയാണെങ്കിലും കുഴപ്പമില്ല. അവിടെ എന്തായിരിക്കും, 10. ക്യാർ ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ 10 ലെങ്ത് എന്തായിട്ടുണ്ടാവും, അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇഫ് ദ ഡാറ്റ ഈസ് ഷോർട്ടർ ദാൻ ദ ഡിഫൈൻഡ് ലെങ്ത്, ഡിഫൈൻ ചെയ്ത സൈസിനെക്കാട്ടും കുറവാണ് ഡാറ്റൻ്റെ ലെങ്ത് എങ്കിലും ദ റിമൈനിങ് സ്പേസ് ഈസ് പാഡഡ് വിത്ത് സ്പേസസ്. അവിടെ എന്തായിരിക്കും, ആ റിമൈനിങ് സ്പേസ് എന്തായിരിക്കും, പാഡഡ് വിത്ത് സ്പേസസ്. അവിടെ വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ട് കിടക്കും. അവിടെ എന്തുണ്ടാവും, വേസ്റ്റേജ് ഉണ്ടാവും. എക്സാമ്പിൾ, ക്യാർ ഓഫ് 10 വിൽ ഓൾവേസ് യൂസ് 10 bytes ഓഫ് സ്റ്റോറേജ് ഈവൻ ഇഫ് ദ ഡാറ്റ ഈസ് ഓൺലി 3 characters ലോങ്. ക്യാർ ഓഫ് 10 കൊടുത്തു കഴിഞ്ഞ് വി യൂസ് 10 bytes ഓഫ് സ്റ്റോറേജ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഈവൻ ഇഫ് ദ ഡാറ്റ ഈസ് ഓൺലി 3 characters. ഡാറ്റ 3 characters ആണെങ്കിലും അവിടെ എന്ത്, ക്യാർ ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 10 bytes ഓഫ് സ്റ്റോറേജ് എന്തായിരിക്കും, ഫിക്സഡ് ആയിട്ടുണ്ടാവും. എക്സാമ്പിൾ, ABC വിൽ ബി സ്റ്റോർഡ് ആസ് ABC. ഇനി വാർക്കാർ കൊടുത്തിട്ടുണ്ട്. വാർക്കാർ ഈസ് എ വേരിയബിൾ ലെങ്ത് ഡാറ്റ ടൈപ്പ്. വാർക്കാർ എന്താണ്, വേരിയബിൾ ലെങ്ത് ഡാറ്റ ടൈപ്പാണ്. ഒരു വേരിയബിൾ ലെങ്ത് ഡാറ്റ ടൈപ്പാണ് വാർക്കാർ എന്ന് പറയുന്നത്. പിന്നെ വാർക്കാർ കോളം ഈസ് ഡിഫൈൻഡ് വിത്ത് സ്പെസിഫിക് ലെങ്ത്. വാർക്കാർ കോളം ഡിഫൈൻഡ് വിത്ത് സ്പെസിഫിക് ലെങ്ത് ഇഫ് ഓൺലി യൂസസ് ആസ് മച്ച് സ്റ്റോറേജ് സ്പേസ് ആസ് ദി ആക്ച്വൽ ഡാറ്റ +1 or 2 extra bytes for length information. No padding is added. ഇവിടെ എന്തുണ്ടാവില്ല, പാഡിങ് ഉണ്ടാവില്ല. അവിടെ ആക്ച്വൽ ഡാറ്റേൻ്റെ സൈസ് എത്രയാണോ, ആക്ച്വൽ ഡാറ്റ ഇപ്പം 4 bytes ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, വാർക്കാർ ഓഫ് 30 കൊടുത്തു കഴിഞ്ഞാലും അവിടെ 4 spaces മാത്രമേ എന്താക്കുള്ളൂ, അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഇവിടെ എന്താണ്, എക്സാമ്പിൾ, ABC വിൽ യൂസ് 3 bytes. ഇവിടെ എന്താണ്, നമ്മൾ ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാർക്കാർ ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാലും അവിടെ എന്ത് 3 bytes യൂസ് ചെയ്യുള്ളൂ. ഇവിടെ നേരത്തെ ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ട് കേട്ടോ, 10 bytes എന്താക്കും, ഇവിടെ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിളിൽ അത് വിട്ടുപോയതാണ്. ഇപ്പം ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാർ ഓഫ് 10 എന്ന് കൊടുത്തുകൊണ്ട് അവിടെ എന്താവും, 10 bytes എന്താവും, യൂസ് ചെയ്യും. പക്ഷേങ്കിൽ ഇവിടെ ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാർക്കാർ ഓഫ് 10 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 3 bytes യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡാറ്റ ടൈപ്സ്, എക്സ്പ്ലെയിൻ ഡാറ്റ ടൈപ്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ഇൻ SQL. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കാണാറുണ്ട്. അപ്പം കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എന്താണ് SQL എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ ഡാറ്റ ടൈപ്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ഇൻ SQLും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.